ഹായ്, ലേൺ പൈതൺ മലയാളത്തിൻ്റെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. വൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ലൂപ്പ് ഓപ്പറേഷൻ, ഏതെങ്കിലും ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അൺടിൽ ഇറ്റ് സാറ്റിസ്ഫൈ സം കണ്ടീഷൻ. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിനുണ്ടാവുക. അതായത് അതിലൊരു എക്സ്പ്രഷൻ ഉണ്ടാവും. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ആ ഒരു ബോഡി ഓഫ് ദാറ്റ് വയലിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ആ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് ഫോൾസ് ആവുന്ന സമയത്ത് ആ വൈൽ ലൂപ്പിനകത്ത് നിന്ന് അത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുക. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. സപ്പോസ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുകയാണ്. ആ വേരിയബിളിൻ്റെ ഒരു ഇനീഷ്യൽ വാല്യൂ ഞാൻ 0 ആയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. സോ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. ഈ ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്താണോ വയലിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് കൊടുക്കുക. സപ്പോസ് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ ഒരു 10 ടൈംസ് പ്രിന്റ് ചെയ്യണം. സോ എനിക്കിവിടെ നം ലെസ് ദാൻ 10 എന്നൊരു വാല്യൂ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളവിടെ ഒരു ബ്ലോക്ക് ഓപ്പൺ ചെയ്യണം. സോ നമ്മളിതിന് കണ്ടിട്ടുണ്ട്, കോളൻ യൂസ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുമ്പം നമുക്കിവിടെ ഒരു സ്പേസ് ഇൻഡൻറ്റേഷൻ വെച്ചിട്ട് നെക്സ്റ്റ് ബ്ലോക്ക് അവിടെ ബിഗിൻ ചെയ്യുകയാണ്. സോ ഞാനവിടെ പ്രിൻറ്റ് ഐ എം ഗിവിങ് സംതിങ് കോഡ്സിനകത്ത് IMPLearn എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു സാധനം എനിക്ക് 10 തവണ പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് വേണ്ടത്. നമ്മൾ വൈൽ ലൂപ്പ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകാനുള്ള ഒരു കമാൻഡൂടെ നമ്മൾ കൊടുക്കണം. ഇല്ലാത്ത പക്ഷം വൈൽ ലൂപ്പ് അൺലിമിറ്റഡ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. സപ്പോസ് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, നം എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 10 എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇവിടെ റൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം അത് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ നമ്മിൻ്റെ വാല്യൂ 10 ആവാനുള്ള കമാൻഡ്സ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനകത്തുനിന്ന് ഔട്ട് ആവുന്നില്ല. സോ ഇതിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് Ctrl+C പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലോക്കിനകത്ത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുക്കാം. നമ്പർ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിന് മുമ്പുള്ള ലെക്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. +=1 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെയിം ആസ് നം ഇസ് ഈക്വൽ ടു നം +1 ലൈക്ക് ദിസ്. നം +1 എന്നുള്ളതും സെയിം വാല്യൂ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം വി ക്യാൻ ഓൾസോ ഗീവ് ലൈക്ക് ദിസ് +=1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മിൻ്റെ വാല്യൂ ഓരോ തവണയും ഇൻക്രിമെൻ്റ് ആയി പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ഇപ്പോൾ നിങ്ങളൊന്ന് ഇവിടെ നോക്കിയാൽ കാണാം അവിടെ പ്രിന്റിങ് നടന്നിട്ടുണ്ട്. സോ ഈ ലൂപ്പിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുക? ആദ്യം ഇവിടെ നമ്മിൻ്റെ വാല്യൂ ഞാൻ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യും നമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 10 ആണോ, 0 ആണ്. സോ ഇറ്റ് വിൽ പ്രിന്റ് ഹിയർ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. സോ നമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആവും. ദെൻ അഗെയിൻ ഇറ്റ് വിൽ ചെക്ക് അത് ലെസ് ദാൻ 10 ആണോ. സോ 10 ആണ്. സോ അഗെയിൻ പ്രിന്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ് ആയി ലാസ്റ്റിൽ 10 എന്നുള്ളത് വരുമ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ അത് ഫോൾസ് ആവും. സോ ഈ വൈൽ ലൂപ്പ് ഒന്ന് പുറത്തിറങ്ങും. സോ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്താൽ 1 2 3 4 5 6 7 8 വരെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമ്മിൻ്റെ വാല്യൂ 0 തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 0യ്ക്ക് പകരം 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 ടൈംസ് അവിടെ പ്രിന്റ് ചെയ്യും. സോ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 ടൈംസ് വന്നിട്ടുണ്ട്. എനിക്ക് 10 ടൈംസ് വേണമെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 10 ടൈംസ്. സോ എത്ര തവണ അത് പ്രിന്റ് ചെയ്യണം എന്നുള്ളത് നമ്മളവിടെ കൊടുക്കുന്ന നമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ വൈൽ ലൂപ്പ് ചെയ്യുക. സോ വൈൽ ലൂപ്പ് നമുക്ക് പല രീതിയിൽ ചെയ്യാവുന്നതാണ്. സപ്പോസ് ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ ചെയ്തത് നമ്മിനൊരു സിംഗിൾ വാല്യൂ ആണ് കൊടുത്തത്. അതിന് പകരം നമുക്കൊരു ലിസ്റ്റ് കൊടുക്കാം. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1, 2, 3, 4, 5 ഇങ്ങനെ വാല്യൂ കൊടുത്തെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ വാല്യൂസ് മാത്രം എനിക്ക് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ അതിന് വേണ്ടിയിട്ട് വയലിനകത്ത് നമുക്ക് ഇതിൻ്റെ ലെങ്ത് വെച്ചിട്ട് റൺ ചെയ്യാം. ഒരു വേരിയബിളൂടെ നമുക്കവിടെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഞാനവിടെ I എന്ന് പറയുന്നൊരു വേരിയബിൾ ഇനീഷ്യലായിട്ട് 0 കൊടുക്കുകയാണ്.
സോ ഐ ഇവിടെ ഇൻക്രിമെൻ്റ് ആവുന്നതിനനുസരിച്ചിട്ട് എനിക്ക് വൈലിൽ കണ്ടീഷൻ കൊടുക്കാം. സോ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. സോ വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്തു. നമ്മൾ ഈ കണ്ടൻസ് ബ്രാക്കറ്റിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. സോ ഐ ലെസ് ദാൻ ഇവിടെ ഈ നമ്മിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട് അത്രയും എനിക്ക് ചെക്ക് ചെയ്യണം. സോ നമുക്ക് പൈതണിലൊരു ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഈ len എന്ന് പറയുന്നത് പൈതണിലുള്ള ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഞാനിവിടെ കേഴ്സർ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. ഇറ്റ്സ് എ ഫംഗ്ഷൻ, ഇറ്റ് റിട്ടേൺസ് എ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ കണ്ടെയ്നർ. സോ ഞാൻ കൊടുത്തിട്ടുള്ള കണ്ടെയ്നർ ഇതാണ്. ലെങ്ത് ഓഫ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ എനിക്ക് ഈ നം എന്ന് പറയുന്ന വേരിയബിൾ ആണ് കൊടുക്കേണ്ടത്. സോ ഐ എം ഗിവിങ് നം എന്നിട്ട് കോളൻ കൊടുക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ വൈലിലെ കണ്ടീഷൻ. ഐ എന്ന് പറയുന്ന വേരിയബിൾ ഇതിൻ്റെ ലെങ്ത്തിനേക്കാൾ ചെറുതാവുന്ന കണ്ടീഷൻ. ഓക്കെ, ദെൻ എൻ്റർ ചെയ്യാണ്. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ എനിക്ക് എന്ത് എഴുതാം? നം ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഐ എന്ന് കൊടുത്താൽ മതി. നമുക്ക് ഓരോ പൊസിഷൻ മെൻഷൻ ചെയ്യാനാണ്. നം ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും, നം ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും, നം ഓഫ് 3 അങ്ങനെയായിരിക്കും. സോ അത് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഐ എം ഗിവിങ് ദ ഇൻക്രിമെൻറ്റ്. സോ പ്ലസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ 1 2 3 4 5 എനിക്ക് പ്രിന്റ് ആവുന്നുണ്ട്. സോ ഈ കണ്ടന്റിൽ ഞാൻ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് അതുപോലെ എനിക്ക് ഇവിടെ കിട്ടും. സപ്പോസ് ഞാനിത് 13 ആക്കുകയാണ്, അതുപോലെ ഇത് 40 ആക്കുകയാണ്, എന്നിട്ട് ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ലിസ്റ്റിൽ എന്താണോ അത് അതുപോലെ കിട്ടും. ഇത് നമ്പേഴ്സിന് പകരം സ്ട്രിങ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. സപ്പോസ് ബ്ലൂ, ഗ്രീൻ, റെഡ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രിങ് കൊടുത്തിട്ട് അത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് കോൾ ചെയ്യാവുന്ന. സോ ഒരു ലിസ്റ്റിനകത്തുനിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്തും കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വേറൊരു ടൈപ്പ് നോക്കാം. സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു, ഞാനിവിടെ ഒരു സ്ട്രിങ് കൊടുക്കുകയാണ്. മേ ബി മലയാളം എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഈ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് ഞാൻ ഈ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ വേണ്ടത് ഇതിലുള്ള എകളൊന്നും പ്രിന്റ് ചെയ്യാൻ പാടില്ല, ബാക്കിയുള്ള ഏതൊക്കെ സ്ട്രിങ്ങുകളുണ്ടോ അതൊക്കെ പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണ് എനിക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മറ്റൊരു വേരിയബിളൂടെ ജസ്റ്റ് കൊടുക്കാം. നമുക്ക് ആ ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് ഐ ഈസ് ഈക്വൽ ടു 0 കൊടുക്കുന്നുണ്ട്. നൗ ഐ ആം ഓപ്പണിങ് വൈൽ ലൂപ്പ്. നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷൻ എന്തായിരിക്കണം? ഐ ലെസ് ദാൻ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ലെങ്ത് ഓഫ് എക്സ് കൊടുക്കുകയാണ്. അതായത് എക്സ് എന്ന് പറയുന്ന ഇതിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും തവണ ഈ ലൂപ്പ് റൺ ചെയ്യണം. ഓക്കെ, ദെൻ കോളൻ കൊടുത്തു. ഇനി ഇതിനകത്ത് നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം. അതായത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. എ എന്ന് പറയുന്നതാണ് വരുന്നതെങ്കിൽ അവിടെ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് അടുത്ത ഇൻക്രിമെന്റ് നടക്കണം. സോ നമുക്ക് എന്ത് കൊടുക്കാം? ഇഫ്, ഞാനവിടെ ഓപ്പൺ ചെയ്യാണ്, ദെൻ എക്സ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഐ കൊടുക്കുകയാണ്. ദിസ് മീൻസ് ആദ്യത്തെ കേസിൽ ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എം ആണ്. എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ആണ്. അങ്ങനെ പോവുകയാണ് ചെയ്യുക. സോ ആദ്യത്തെ കേസിൽ ഇഫ് എക്സ് ഓഫ് ഐ നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ടു എ. ഓക്കെ, അതായത് എ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇഫിൻ്റെ അടുത്ത ബ്ലോക്കാണ് നമ്മൾ ചെയ്യുന്നത്. സോ കോളൻ കൊടുത്ത് എൻ്റർ ചെയ്യുമ്പം ഈ ഇഫ് കഴിഞ്ഞിട്ട് ഒരു ഇൻഡന്റേഷൻ നമുക്ക് വരുന്നുണ്ട്. സോ ഇഫിൻ്റെ ബ്ലോക്കാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈതണിൽ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ജസ്റ്റ് പാസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കാം. പാസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസൻ മീൻ എനിത്തിങ്, ഒന്നും ചെയ്യേണ്ട. ഈ ഒരു ഇൻക്രിമെന്റ് നടന്നതിന് ശേഷം അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണോ അതിലേക്ക് പോകുക. ഇതൊക്കെ നമുക്ക് പലപ്പോഴും ലൂപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നും നടക്കണ്ട എന്നുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് പാസ് അല്ലെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ടേമുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ എൻ്റർ ചെയ്തു. സോ കണ്ടിന്യൂ എന്ന് എൻ്റർ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇഫിൻ്റെ ബ്ലോക്ക് എന്നത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ എൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്
പ്രിൻറ്റ്. സോ എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്താണ്? എക്സിനകത്ത് നമുക്ക് ആ വന്നിട്ടുള്ള എന്താണോ എക്സ് ഓഫ് ഐ. ഓക്കെ, ദെൻ അവിടെ ഇൻക്രിമെൻറ്റ് നടക്കണം. സോ ഈ ലൈന് തന്നെ ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം ഇവിടെ വയലിനകത്ത് കയറുന്നു, അതിനുശേഷം ഇവിടെ ചെക്ക് ചെയ്യും എ ആണോ വന്നിട്ടുള്ളത്. എ ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്നും ചെയ്യണ്ട, പ്രിൻ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്യുക. ഇനി അതല്ല, എ അല്ല വന്നിട്ടുള്ളതെങ്കിൽ അവിടെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം MLYLM വന്നിട്ടുണ്ട്. സോ എ ഒന്നും ഇവിടെ പ്രിൻ്റ് ആയിട്ടില്ല, എ അല്ലാത്ത സ്ട്രിങ്ങുകൾ മാത്രം എനിക്കിവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്തു അല്ലെങ്കിൽ പാസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്, ബ്രേക്ക് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് എ എന്ന് പറയുന്നത് വരികയാണെങ്കിൽ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷനാണ്. സോ ഇവിടെ ഞാൻ പാസിന് പകരം ബ്രേക്കാണ് കൊടുത്തിരുന്നെങ്കിൽ ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. സോ ഇവിടെ എം മാത്രം പ്രിൻ്റ് ചെയ്തു, അതിനുശേഷം എനിക്ക് എ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പ്രോഗ്രാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങുകയാണ് ചെയ്തത്. സോ ഇവിടെ ഞാൻ എമ്മിന് മുമ്പായിട്ട് വേറെ എ അല്ലാത്ത ഒന്ന് രണ്ട് കുറച്ച് സ്ട്രിങ്ങുകൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഞാൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എ വരുന്നത് വരെയുള്ള സ്ട്രിങ്ങുകൾ എനിക്കിവിടെ പ്രിൻ്റ് ആവുന്നുണ്ട്. പക്ഷേ വെനെവർ എ കംസ് ആ പ്രോഗ്രാം അവിടുന്ന് സ്റ്റോപ്പ് ആവുകയാണ്. സോ അതൊക്കെ നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ബ്രേക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂ, പാസ് പോലെയുള്ള കണ്ടീഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ ലൂപ്പുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതാണ് നമ്മളവിടെ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ലൂപ്പുകൾ, വൈൽ ലൂപ്പൊക്കെ നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. സപ്പോസ് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന ഒരു കണ്ടീഷനാണെന്ന് വിചാരിക്കുക. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പാസ്വേഡ്, യൂസർ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യണം എന്ന് വിചാരിക്കുക. സോ യൂസറിന് ഇൻപുട്ട് ചെയ്യേണ്ട എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷനാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മെസ്സേജ് കൊടുക്കാം, എൻ്റർ ദ പാസ്വേഡ് എന്ന് നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. സോ യൂസർ കറക്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ട്രൈ അഗെയിൻ എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. സോ വൈലിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ്? എക്സ് നോട്ട് ഈക്വൽ ടു പാസ്വേഡ് അല്ലാത്തത് എന്ത് കിട്ടിയാലും ട്രൈ അഗെയിൻ എന്നുള്ള ഒരു മെസ്സേജ് കാണിക്കണം. സോ സപ്പോസ് എൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് പാസ് എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം പാസ് എന്ന് പറയുന്ന ഒരു കൊടുക്കുകയാണ്. ദെൻ കോളൻ കൊടുത്തു, എൻ്റർ ചെയ്തു. സോ ഇതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ കൊടുത്ത ഇൻപുട്ട് പാസ് എന്നുള്ളതല്ലെങ്കിൽ വി മസ്റ്റ് റീ എൻറ്റർ അഗെയിൻ. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ സെയിം സാധനം തന്നെ എന്ത് ചെയ്യണം? എനിക്ക് റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഇവിടെ എൻ്റർ പാസ്വേഡിന് പകരം ഞാൻ വേറൊരു മെസ്സേജ് നോക്കുകയാണ്, റോങ് ട്രൈ അഗെയിൻ. ഓക്കെ, നമ്മൾ പാസ് എന്ന് പറഞ്ഞ തന്നെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ വൈൽ ലൂപ്പ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് പ്രിൻറ്റ് ഒരു മെസ്സേജ് കൊടുക്കാം, വെൽക്കം. ഓക്കെ, സോ ഇത് ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. സോ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ വേറെ എന്ത് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഗ്രീൻ. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഫസ്റ്റ് എൻ്റർ ദ പാസ്വേഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഞാനൊരു റോങ് പാസ്വേഡ് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഈ വൈൽ ലൂപ്പിനകത്തേക്ക് കയറി. വൈൽ ലൂപ്പിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ മെസ്സേജ് മാറി. സോ റോങ് ട്രൈ അഗെയിൻ. സോ ഞാൻ എന്ത് സാധനം ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ്? ആ ലൂപ്പിനകത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ലൂപ്പിനകത്ത് നിന്ന് പുറത്തിറങ്ങുക എപ്പോഴാണ്? നമ്മൾ കറക്റ്റ് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ലൂപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. സപ്പോസ് ഞാനിവിടെ കറക്റ്റ് പാസ്വേഡ് ആയിട്ടുള്ള പാസ് എന്നുള്ളത് കൊടുത്തെന്ന് വിചാരിക്കുക. സോ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വെൽക്കം എന്ന് പറയുന്ന ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ യൂസറിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ വൈൽ ലൂപ്പിനകത്ത് കയറി അത് കറക്റ്റ് ആണെങ്കിൽ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുക. ഇങ്ങനെയുള്ള മെത്തേഡിനെയൊക്കെയാണ് സെന്റിനൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ലെക്ചറിൽ മറ്റൊരു ലൂപ്പായിട്ടുള്ള ഫോർ ലൂപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.